നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പാകിസ്ഥാനെതിരെ നടപടി തുടർന്ന് ഭാരതം. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ നിരോധിച്ചു. നടപടി പാക് പ്രധാനമന്ത്രിയുടെ പ്രകോപന പ്രസംഗത്തിന് പിന്നാലെ. പാകിസ്ഥാന്റെ ഭീകരവാദ ബന്ധം തുറന്നു സമ്മതിച്ച മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. പ്രതികരണം പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ കുറ്റസമ്മതത്തിന് പിന്നാലെ. ഭീകരപ്രവർത്തനങ്ങളുടെ തിക്തഫലം പാക് ജനത അനുഭവിക്കുന്നുവെന്ന ബിലാവൽ. പാകിസ്ഥാനിൽ തിരക്കിട്ട ചർച്ചകൾ. പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുമായി പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫിന്റെ അടിയന്തര കൂടിക്കാഴ്ച. തുടർച്ചയായ 8ാം ദിവസവും അതിർത്തിയിൽ പാക് പ്രകോപനം. ശക്തമായി തിരിച്ചടിച്ച് ഭാരതം. ലോകഭൂപടത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. സാക്ഷിയായി 10,000. വിഴിഞ്ഞം പദ്ധതി പ്രദേശം നേരിട്ട് വീക്ഷിച്ച നരേന്ദ്രമോദി. ഡൽഹിയിൽ അസാധാരണ ദിനം. അതിശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും 4 മരണം. വിമാന സർവീസുകളെ അടക്കം ബാധിച്ചു. മംഗളൂരു നഗരത്തെ നടുക്കി കൊലപാതകം. ബജ്രംഗ് ദൾ പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തി. അക്രമികൾക്കായി തെരച്ചിൽ ഊർജിതം. നഗരത്തിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. വിശദമായ വാർത്തകളിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കി NIA. പാകിസ്ഥാൻ സൈന്യം ചാരസംഘടന ISI, ലഷ്കർ-ഇ-തൊയ്ബ എന്നിവയുമായി ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തി. കേസിൽ 75 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായും പ്രാഥമിക റിപ്പോർട്ട്. NIAയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ ചാരസംഘടന ISI, പാക് സൈന്യവും ലഷ്കർ-ഇ-തൊയ്ബയും സംയുക്തമായാണ് ഗൂഢാലോചന നടത്തിയത്. ഭീകരർക്ക് നിർദ്ദേശങ്ങൾ നൽകി നിയന്ത്രിച്ചത് ISI ആണെന്നും ലഷ്കർ കമാൻഡർ ഫാറൂഖ് അഹമ്മദിന്റെ സ്ലീപ്പർ സെല്ലുകളാണ് ഭീകരർക്ക് പ്രാദേശികമായി സഹായം നൽകിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫാറൂഖ് അഹമ്മദ് നിലവിൽ പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ ഉണ്ടെന്നാണ് ഏജൻസികളുടെ നിഗമനം. കേസിൽ ഇതുവരെ 75 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഭീകരാക്രമണത്തിൽ പങ്കില്ലെന്ന് പ്രതികരിച്ച് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനെ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് കൂടുതൽ പ്രതിസന്ധിയിലാക്കും. കൂടാതെ സൈനിക നയതന്ത്ര തലത്തിലെ തിരിച്ചടികൾക്കൊപ്പം പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന വസ്തുത ഭാരതം ഐക്യരാഷ്ട്രസഭയുൾപ്പെടെ ലോകവേദികളിൽ തുറന്നുകാട്ടുകയാണ്. ജനം, ഡൽഹി. രാജസ്ഥാനിൽ പാക് ചാരൻ പിടിയിൽ. ISI ചാരൻ പഠാൻ ഖാനാണ് പിടിയിലായത്. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്നാണ് ഇയാളെ പിടികൂടിയതെന്ന് അധികൃതർ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പിരിമുറുക്കം രൂക്ഷമാകുന്നതിനിടെയാണ് പാക് ചാരൻ പിടിയിലായത്. രാജസ്ഥാനിലെ ജയ്സൽമീറിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. അറസ്റ്റിലായ പഠാൻ ഖാൻ 2013 പാകിസ്ഥാനിൽ പോയി ചാരസംഘടനയായ ISIയുടെ പരിശീലനം നേടി. അതിനുശേഷം ഇയാൾ പലതവണ രാജസ്ഥാനിലെ രാജ്യാന്തര അതിർത്തി വഴി പാകിസ്ഥാനിൽ പോയിരുന്നു. ചില സുപ്രധാനമായ വിവരങ്ങൾ പഠാൻ ഖാൻ പാകിസ്ഥാന് കൈമാറിയതായി രാജസ്ഥാൻ പോലീസ് അറിയിച്ചു. 1923 ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരമാണ് പഠാൻ ഖാനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇയാളെ IBയും റോയും ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ജനം, ഡൽഹി. കടുത്ത നടപടി തുടർന്ന് ഭാരതം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ ഭാരതത്തിൽ നിരോധിച്ചു. നടപടി പാക് പ്രധാനമന്ത്രിയുടെ പ്രകോപന പ്രസംഗത്തിന് പിന്നാലെ. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്ത് നാരായണൻ ചേർന്നുണ്ട്. ഗൗതം, ശക്തമായ തിരിച്ചടിയാണ് ഭാരതം നൽകുന്നത്. ഒരുപക്ഷെ സൈബർ ലോകത്തിലും ശക്തമായൊരു തിരിച്ചടി തന്നെയല്ലേ ഇപ്പോൾ ഉണ്ടാകുന്നത്?
വിഷ്ണു, തുടർച്ചയായ ഭാരതവിരുദ്ധമായ പരാമർശങ്ങൾ ഈ പാകിസ്ഥാനിലെ യൂട്യൂബ് ചാനലുകളും മാധ്യമങ്ങളും നൽകുന്ന പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടി ഭാരതം തുടരുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ തന്നെ ഇന്ന് ഉച്ചതിരിഞ്ഞത് മുതൽ ഇന്ത്യയിൽ ലഭ്യമാകുന്നില്ല. അതിന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം ബാൻ ഏർപ്പെടുത്തിയിരിക്കുന്നു. പഹൽഗാം സംഭവത്തിന് ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്ത് നിന്നും പ്രകോപനപരമായ പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. സിന്ധു നദീജല കരാറിൽ നിന്നും ഭാരതം പിന്മാറുന്ന നടപടി പിൻവലിച്ചില്ലെങ്കിൽ, അതായത് നദിയിൽ നിന്നും ജലം പാകിസ്ഥാന് വിട്ടു നൽകിയില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇയാളുടെ യൂട്യൂബ് ചാനലിന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. കൂടാതെ ഇന്നിപ്പോൾ ചില ക്രിക്കറ്റ് താരങ്ങളുടെ ബാബർ അസം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു, അതോടൊപ്പം തന്നെ മുഹമ്മദ് റിസ്വാൻ തുടങ്ങിയ ക്രിക്കറ്റ് താരങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഇന്നിപ്പോൾ പൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 16 പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഒപ്പം സിനിമാ താരങ്ങളുടെയും പാകിസ്ഥാനിൽ നിന്നുള്ള ചില മാധ്യമ പ്രവർത്തകരുടെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ബാൻ ചെയ്തിരുന്നു. ഇത് കൂടാതെയാണ് ഇന്നിപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ തന്നെ നിരോധിച്ചുകൊണ്ടുള്ളൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. വിഷ്ണു, ശരി, ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളെ പിടികൂടാൻ പാരാ കമാൻഡോകളെ പിർപഞ്ചാൽ മലനിരകളിൽ എയർ ഡ്രോപ്പ് ചെയ്തു. തെക്കൻ കശ്മീരിൽ ഉടനീളം പ്രത്യേക ദൗത്യസംഘത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിലും ഊർജിതമാണ്. അതേസമയം ഭീകരവാദികൾക്ക് സഹായം നൽകിയ 3 പേരെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. തെക്കൻ കാശ്മീരിലെ മലനിരകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഊർജിതമാണ്. ഗ്രാമങ്ങളിൽ വീടുവീടാന്തരം കയറിയുള്ള പരിശോധനയും തുടരുകയാണ്. പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ 26 സാധാരണക്കാരെ കൊലപ്പെടുത്തിയ ഭീകരവാദികൾ തെക്കൻ കാശ്മീർ വിട്ടുപോയിട്ടില്ലെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിഗമനം. കഴിഞ്ഞ ദിവസം പീർപഞ്ചൽ മേഖലയിൽ വനത്തിൽ സംശയാസ്പദമായ ചില നീക്കങ്ങൾ ഉപഗ്രഹ ചിത്രത്തിൽ പതിഞ്ഞതോടെ പാരാ കമാൻഡോകളെ പീർപഞ്ചൽ മലനിരകളിൽ എയർ ഡ്രോപ്പ് ചെയ്തു. പീർപഞ്ചലിൽ തെരച്ചിൽ ഊർജിതമാക്കാനായി രാഷ്ട്രീയ റൈഫിൾസിന്റെ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം ബൈസരൻ താഴ്വരയിൽ ആക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകിയ 3 കാശ്മീരികളെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ഇവരടക്കം 53 പേരെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ പേർ ഭീകരവാദികൾക്ക് സഹായം നൽകിയിട്ടുണ്ടെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിഗമനം. മാത്രമല്ല, ഗ്രാമവാസികളിൽ ചിലർ ഭീകരവാദികൾക്ക് താമസ സൗകര്യമടക്കം ഒരുക്കി നൽകിയിട്ടുണ്ടെന്ന് മിലിറ്ററി ഇന്റലിജൻസും കണ്ടെത്തി. ജനം, ജമ്മു കാശ്മീർ. പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ സേനയുടെ തെരച്ചിൽ ഊർജിതം. ഭീകരർ തെക്കൻ കശ്മീരിലെ വനമേഖലകളിൽ ഉണ്ടെന്നാണ് വിലയിരുത്തൽ. തെക്കൻ കശ്മീർ കേന്ദ്രീകരിച്ച ഇന്നും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അതേസമയം അതിർത്തിയിലെ പാക് പ്രകോപനം തുടരുന്നുണ്ട്. പഹൽഗാം അന്വേഷണത്തിൽ NIA സംഘം 50 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തതായാണ് അറിയിപ്പ് ലഭിക്കുന്നത്. പ്രദേശവാസികളായ ആളുകളെയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഭാരതത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ട്രംപ് ഭരണകൂടം പൂർണ്ണ പിന്തുണ നൽകുന്നതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ്. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച ബ്രൂസ് നിലവിലെ ഇന്ത്യ പാക് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും പാകിസ്ഥാൻ സർക്കാരുമായി നിരന്തരം ചർച്ചകൾ നടത്താറുണ്ടെന്നും പറഞ്ഞു. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അമേരിക്ക നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിലകൊള്ളുന്നുവെന്നും ടാമി ബ്രൂസ് അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച സൂപ്പർ താരം രജനീകാന്ത് ക്രൂരവും നിഷ്കർണവുമായ സംഭവമാണ് ഏപ്രിൽ 22-ന് ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദി എന്ന യോദ്ധാവിന് കീഴിൽ രാജ്യം ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒപ്പം ഏത് വെല്ലുവിളിയെയും അദ്ദേഹം അനായാസം നേരിടുമെന്ന് കഴിഞ്ഞ 1 ദശാബ്ദത്തിനിടെ നമ്മൾ കണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. മുംബൈയിലെ വേവ്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു താരം. merciless event happened in Pahalgam. Many people told me the government definitely postponed this event because of unnecessary criticism. Because this event is, subject is entertainment. But I was confident this event definitely will happen because I am confident on my president, on my Prime Minister, Narendra Modi ji. He is a fighter. He will meet any challenge. He has proven it again
seeing it from last 1 decade. Even this situation also, you will face it bravely, gracefully, and bring peace in Kashmir and glory to our country. വീണ്ടും വാർത്തകളിലേക്ക്. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യ ഭക്ഷണവും മരുന്നും കരുതണമെന്ന നിർദ്ദേശവുമായി പാക് അധിനിവേശ കശ്മീർ ഭരണാധികാരി. 13ഓളം അതിർത്തി മണ്ഡലങ്ങളിലെ അധികൃതർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 2 മാസത്തേക്കുള്ള ഭക്ഷണം ശേഖരിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, നമുക്കറിയാം ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ വളരെയധികം അവസ്ഥയിലാണ് ഉള്ളത്. ഭയപ്പാടോടെയാണ് അവർ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. നമുക്കറിയാം ഭാരതത്തിൻ്റെ കനത്ത തിരിച്ചടി ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ അതിർത്തി മേഖലയിലും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു കണക്കിൽ അവർ ഇപ്പോൾ മറ്റ് ചില മാർഗങ്ങൾ കൂടി സ്വീകരിക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, അതിർത്തിയോട് ചേർന്ന്, അതായത് അതിർത്തി എന്ന് പറയുന്നത് നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ ആ ഭരണാധികാരി, അവിടെയുള്ള ഭരണാധികാരിയെ പ്രധാനമന്ത്രി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പദവിയെ പേര് പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നത്. ആ പ്രധാനമന്ത്രിയുടെ ഒരു നിർദ്ദേശം, അതായത് ലോക്കൽ കൗൺസിലിൻ്റെ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ വാർത്തയായി പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നത്, അദ്ദേഹം കൃത്യമായി ചൗധരി അൻവർ ഉൽ ഹക്കിൻ്റെ ആ ഒരു വാക്കുകൾ തന്നെ വളരെ കൃത്യമായി പറയുന്നത് 2 മാസത്തേക്കുള്ള ഭക്ഷണം ശേഖരിക്കണമെന്നൊരു നിർദ്ദേശമാണ് 13ഓളം, അതായത് ഈ ലൈൻ ഓഫ് കൺട്രോളുമായി ചേർന്ന് പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലുള്ള പ്രദേശങ്ങളിലെ 13ഓളം മണ്ഡലങ്ങളിലെ ജീവിക്കുന്നവരോടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 മാസത്തേക്കുള്ള ഭക്ഷണ സാമഗ്രികൾ കരുതണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത്തരത്തിലൊരു നിർദ്ദേശവും മാത്രമല്ല, $35 ലക്ഷം ഒരു എമർജൻസി ഫണ്ടും തയ്യാറാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യം ഉണ്ടായാൽ ഡോളർ വിനിമയം നടത്തുന്നതിന് വേണ്ടി ആ ഡോളറിൻ്റെ ശേഖരവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, അനുബന്ധ ആവശ്യങ്ങൾക്കായുള്ള മരുന്നും ശേഖരിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ലൈൻ ഓഫ് കൺട്രോളിന് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് ശക്തമായ തിരിച്ചടിക്കുള്ള സാധ്യത എന്നത് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. അതുതന്നെയാണ് ഭാരതം ഒരു പരിധിവരെ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ അത് സംബന്ധിച്ചൊരു കൃത്യമായ മറുപടിയോ അല്ലെങ്കിൽ ഒരു കൃത്യമായ നിലപാടുകളോ ഒന്നും തന്നെ നമുക്ക് പുറത്തു പറയാറായിട്ടില്ല. എങ്കിൽ കൂടി പാകിസ്ഥാനെ ഇത്തരം ചില വിവരങ്ങൾ ഭയചകിതരാക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടികളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ പാക് അധിനിവേശ കാശ്മീരിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾക്കുമെല്ലാം സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭക്ഷണ സാധനങ്ങളും മരുന്നും തയ്യാറാക്കുക, അടിയന്തര ആവശ്യങ്ങളുണ്ടെങ്കിൽ എമർജൻസി ഫണ്ട് തയ്യാറാക്കി വയ്ക്കുക എന്നീ സാഹചര്യങ്ങളെല്ലാം ഈ അതിർത്തിയോട് ചേർന്നുള്ള മണ്ഡലങ്ങളിൽ ആക്രമണം നടന്നാൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭാരതത്തിൻ്റെ തിരിച്ചടി ഉണ്ടായാൽ ആ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം ഒരു നീക്കങ്ങൾ നടത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും പാകിസ്ഥാൻ ഒരു യുദ്ധഭീതിയിലാണ്. ഭാരതം ശക്തമായി തിരിച്ചടിക്കുമെന്ന് തെളിവ് അല്ലെങ്കിൽ അവർക്കൊരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടുത്ത നിലപാടുകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പാകിസ്ഥാൻ കടന്നു തുടങ്ങിയിരിക്കുന്നു എന്നതിനെ ഏറ്റവും അവസാനത്തെ ഒരു തെളിവ് കൂടിയായി ഇതിനെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഐസൺ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്നത് പോലെയുള്ള സാഹചര്യം, ഭീതിജനകമായ ഒരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. ഏത് നിമിഷവും ഭാരതത്തിൻ്റെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഭാരതവും നൽകുന്നത്. എന്നിരുന്നാൽ കൂടിയും എടുത്തു പറയേണ്ടത്, ഈ പറയുന്നത് പോലെ സ്വന്തം പൗരന്മാരെ പോലും വേണ്ടെന്ന് വെക്കുന്ന തരത്തിലുള്ളൊരു നിലപാടിലേക്ക് പാകിസ്ഥാൻ മാറുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ വാഗ അതിർത്തിയിലേക്ക് ഇന്ത്യയിൽ നിന്നും പുറപ്പെട്ട പാക് പൗരന്മാരെ സ്വീകരിക്കുന്നതിൽ പാകിസ്ഥാൻ വിമുഖത കാണിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു ഭയപ്പാടിൽ തന്നെയാണ് പാകിസ്ഥാൻ ഉള്ളത്. എന്നിരുന്നാൽ കൂടിയും ഈ ഭീകരതയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് പാകിസ്ഥാൻ എന്നുള്ള കണ്ടെത്തൽ നേരത്തെയും പുറത്തു വന്നിരുന്നു. ഇനി കാത്തിരിക്കേണ്ടത് ഭാരതം നൽകുന്ന ഒരു കനത്ത തിരിച്ചടിക്ക് തന്നെയല്ലേ? തീർച്ചയായും വിഷ്ണു, ഭാരതം അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ആഭ്യന്തരമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയുടെയും എല്ലാം വാക്കുകളിൽ നിന്ന് വ്യക്തവുമാണ്. ഇതിനെല്ലാം തിരിച്ചടി നൽകും, ഇതിനെ എണ്ണി കണക്ക് പറയിപ്പിക്കുമെന്ന കൃത്യമായ മറുപടികളെല്ലാം തന്നെ പലയിടങ്ങളിൽ നിന്നും അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പലയിടങ്ങളിൽ നിന്നും കൃത്യമായ മറുപടികൾ ഉണ്ടാകുന്നുണ്ട്. ആ മറുപടികൾ ഉണ്ടാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരമൊരു സാഹചര്യം. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഷഹബാസ് ഷെരീഫും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അട്ടാവുള്ള തരാർ, അത്തരത്തിലുള്ള നിരവധി നേതാക്കൾ തങ്ങൾ ഭാരതം ആക്രമിക്കുമെന്ന ഭീഷണിയിൽ കഴിയുന്നു എന്ന അല്ലെങ്കിൽ ഭാരതം ആക്രമിച്ചേക്കാമെന്ന സാധ്യത മുൻകൂട്ടി കാണുന്നുവെന്ന് വളരെ കൃത്യമായി പറയുന്ന സാഹചര്യമുണ്ടായി. UN-ലേക്ക് പോലും സഹായം അഭ്യർത്ഥിച്ചെത്തുന്ന ഒരു സാഹചര്യം പോലും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. നമുക്കറിയാവുന്നതാണ്, ഈ യുദ്ധം അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ ആ യുദ്ധ സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഭക്ഷണത്തിൻ്റെ ലഭ്യത, അതായത് റോഡുകളുടെയും പാലങ്ങളും തകർന്നു പോവുക, ഗതാഗത സംവിധാനം തകർന്നു പോവുക, അതുപോലെയുള്ള വലിയ പശ്ചാത്തല
സൗകര്യങ്ങൾക്ക് വലിയ ആഘാതമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഭക്ഷണം എത്താത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഭക്ഷണ വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും അത്തരത്തിലുള്ള അവശ്യ വസ്തുക്കൾ എത്താത്തൊരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല അതിൻ്റെ ശേഖരങ്ങളെല്ലാം തന്നെ നശിച്ചു പോകുന്ന, ആക്രമണങ്ങളിൽ നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഭക്ഷണ സാമഗ്രികൾ കരുതണമെന്ന നിർദ്ദേശം. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നത്. തീർച്ചയായും പാകിസ്ഥാൻ ഒരു ഭീതിജനകമായ സാഹചര്യത്തിൽ കഴിയുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇതെല്ലാമായി പുറത്തു വന്നത്. പല രീതിയിലുള്ള തെളിവുകൾ, അതായത് തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവും എന്ന ഒരു ഭയം അവരിൽ നിലനിൽക്കുന്നു. അത് കൃത്യമായി ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നടപടികളുടെ ഡിപ്ലോമാറ്റിക്കലി, അതായത് നയതന്ത്ര തലത്തിൽ ഭാരതം വൻതോതിൽ ഇക്കാര്യത്തിൽ മുന്നേറുകയും ലോകത്തിൻ്റെ മുഴുവൻ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിൽ ഭാരതത്തോടൊപ്പം എന്ന് മാർക്കോ റൂബിയോ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇന്നും അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. അത്തരത്തിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പിന്തുണ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണ എന്ന് കൃത്യമായി അമേരിക്ക പോലും പറയുമ്പോൾ ഭീകരവിരുദ്ധ നീക്കങ്ങൾ നടത്താനും ഭീകരരെ തുരത്താനുമുള്ള നീക്കങ്ങൾ നടത്തുക സ്വാഭാവികമായും ഈ ലൈൻ ഓഫ് കൺട്രോളും അനുബന്ധ മേഖലകളിലുമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ളൊരു നീക്കം ഭാരതം നടത്തുന്നു എന്നൊരു സാഹചര്യം ഇവർക്ക് സൂചനയായി ലഭിക്കുകയും ചെയ്യുന്നത്. ആ സൂചനയുടെ അടിസ്ഥാനത്തിലുള്ള ഒരുക്കങ്ങളാണ് അവർ യുദ്ധഭീതിയിലാണ് എന്നതിനെ തെളിവുകളായി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഡൽഹി NCR മേഖലകളിൽ കനത്ത മഴയെ തുടർന്ന് 4 മരണം. ദ്വാരക സ്വദേശിനിയായ 26-കാരിയും 3 മക്കളുമാണ് വീടിന് മുകളിലൂടെ മരം വീണ് മരിച്ചത്. ഭർത്താവ് അജയ്ക്ക് പരിക്കേറ്റു. കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരും മണിക്കൂറിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഒപ്പം 70 മുതൽ 80 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ലജ്പത് നഗർ, RK പുരം, ദ്വാരക എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ഡൽഹിയിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ചില വിമാന സർവീസുകളും താൽക്കാലികമായി റദ്ദാക്കുകയും 40 വിമാനങ്ങൾ വഴിതിരിച്ച വിടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണക്കേസിൽ സോണിക്കും രാഹുലിനും നോട്ടീസ്. കേസ് ബുധനാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്? ജിഷ്ണുവിലേക്ക് വരാം. എന്തുതന്നെയായാലും നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണക്കേസിലാണ് കോൺഗ്രസ് നേതാക്കളായ സോണിക്കും രാഹുലിനും ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ളത്. കേസ് ബുധനാഴ്ച കോടതി പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജിഷ്ണു ചേർന്നുണ്ട്. ജിഷ്ണു, എന്താണ് ഏറ്റവും പുതിയ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നത്? വിഷ്ണു, നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിലാണ് ഇപ്പോൾ ഡൽഹി റൌസോനി കോടതിയും പ്രതിപക്ഷ നേതാവ് രാഹുലിനും ഒപ്പം കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയയ്ക്കും നോട്ടീസ് നൽകിയിട്ടുള്ളത്. നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോണിയയെ 1-ാം പ്രതിയാക്കിയും രാഹുലിനെ 2-ാം പ്രതിയാക്കിയും കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് സോണിയയ്ക്കും രാഹുലിനും നോട്ടീസ് നൽകിയിട്ടുള്ളത്. റൌസോനി കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ രാഹുലും സോണിയയും ഉൾപ്പെട്ടുള്ള യങ് ഇന്ത്യ കമ്പനിയും കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാട് നടത്തി എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ സോണിയയും രാഹുലിനെയും കൂടാതെ മറ്റ് നേതാക്കളെയും പ്രതികളാക്കിക്കൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. സാം പിത്രോദ കൂടാതെ സുമൻ ദുബെ എന്നീ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. യങ് ഇന്ത്യ കമ്പനി, അതായത് സോണിയയും രാഹുലും ഡയറക്ടർമാരായിട്ടുള്ള കമ്പനി കോടിക്കണക്കിന് രൂപ വില വരുന്ന നാഷണൽ ഹെറാൾഡിന്റെ സ്വത്തുക്കൾ ഏറ്റെടുത്തതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാട് നടത്തി എന്നുള്ളതാണ് മുൻപ് വന്നിട്ടുള്ള ആരോപണം. UPA ഭരണകാലത്താണ് ഇത്തരത്തിൽ 5 ലക്ഷം രൂപ മാത്രം മൂലധനം ഉണ്ടായിരുന്ന യങ് ഇന്ത്യ കമ്പനി, സോണിയയും രാഹുലും ഡയറക്ടർമാരായിട്ടുള്ള കമ്പനിയാണ് നാഷണൽ ഹെറാൾഡിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഏറ്റെടുത്തത്. എങ്ങനെയാണ് 5 ലക്ഷം മാത്രം മൂലധനമുള്ള കമ്പനി ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഏറ്റെടുത്തത് എന്ന ചോദ്യവും അതിന്റെ വിശദാംശങ്ങളും 2013-14 കാലഘട്ടത്തിലാണ് പുറത്തു വരുന്നത്. പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും നിരവധി തവണ രാഹുലിനെയും സോണിയയെയും ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ കേസ് വിചാരണയിലേക്ക്, കോടതി മുറിക്കുള്ളിലേക്ക് കേസിന്റെ വാദം എത്തിയിരിക്കുകയാണ്. കുറ്റപത്രത്തിൽ വളരെ കൃത്യമായി സോണിയെ 1-ാം പ്രതിയാക്കിയും രാഹുലിനെ 2-ാം പ്രതിയാക്കിയും കൂടാതെ സാം പിത്രോദ, സുമൻ ദുബെ തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കളെ പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ടുമാണ് ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രമുള്ളത്. കോടതിയിൽ വാദം നടക്കുമ്പോൾ ഈ കള്ളപ്പണ കേസിൽ എന്തെല്ലാം പുതിയ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ളതും വിചാരണയ്ക്കിടെ രാഹുലിന്റെയും സോണിയയുടെയും ഭാഗത്തുനിന്ന് എന്തെല്ലാം വാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കും എന്നുള്ളതും ഏറെ നിർണായകമാകും. വിഷ്ണു. ശരി, ജിഷ്ണുവാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.
ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.